നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോഴേ അറിയാമല്ലേ ഇതെങ്ങാണ്ടോട്ടുള്ളൊരു യാത്രാ വ്ളോഗാണ്. യാത്രാ വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു യാത്രയിലാണെന്നല്ലേ. അത് തന്നെ നമ്മളൊരു യാത്ര പോവാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. സോ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ലിറ്റി. ഞാൻ അബുദാബിയിൽ ഗതി കിട്ടാതെ അലയുന്നൊരു വ്ളോഗറാണ്. ഞാൻ ഗതി കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ലിറ്റി. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുങ്ങി ഫ്ലാറ്റിൻ്റെ താഴെ വന്നപ്പോൾ മിററിൻ്റെ മുമ്പിൽ നിന്നൊരു മിറർ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചേ. പണ്ടൊക്കെയാണ് ഞാൻ ക്യാമറ എടുക്കുന്ന കാണുമ്പോൾ എല്ലാവരും 4 വഴിക്ക് ഓടുമായിരുന്നു. ഇപ്പൊ പിന്നെ ആ പ്രശ്നമില്ല. റെഡ് ഷൂ, അതെ ജേഡ് ലിജോ കറുത്ത ഷൂ, കറുത്ത ടീഷർട്ട്. ജസ്റ്റ് എല്ലാരും മാച്ചിങ് ആണേ. ജസ്റ്റ് പച്ച കുപ്പി അങ്ങനെ നമ്മൾ 4 പേരും, ലിജോയുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ ട്രിപ്പിൽ. നമ്മൾ 4 പേരും ഒരുങ്ങി വണ്ടി കയറി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, തണുപ്പ് വൈകുന്നേരം ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ബിക്കോസ് നമ്മൾ പോകുന്നത് അലൈനാണ്. അലൈൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷേ അലൈൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വണ്ടി നേരെ നമ്മുടെ പള്ളിയുടെ അങ്ങോട്ട് വിട്ടു കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താണ് സംഭവം കണ്ടോ. സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ അബുദാബിയാണ്. സാധാരണ പോകുന്ന വഴിക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നൊന്ന് കുരിശ് വരച്ചിട്ട് പോകുന്നല്ലാതെ പള്ളിക്കകത്ത് കയറാറൊന്നുമില്ല ഞായറാഴ്ച അല്ലാതെ. പോകുന്ന വഴിക്ക് ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കും ജെയ്ഡുവിനും ലിജോയ്ക്കൊന്നും മനസ്സിലായില്ല. ജസ്റ്റിയോട് ചോദിച്ചപ്പോൾ ജസ്റ്റി പറഞ്ഞു ഒരു കാര്യം ഉണ്ട്, പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എനിവേ ജസ്റ്റിക്ക് എന്തോ പ്രാർത്ഥിക്കാനുണ്ട്. എനിവേ നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞൊന്നുമില്ല, കുഴപ്പമില്ല. ജസ്റ്റിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ കയറി, അത്രയേ ഉള്ളൂ അല്ലേ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ജസ്റ്റിയുടെ പ്രാർത്ഥനയാവാം ഒരു പക്ഷേ ജസ്റ്റിയെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത്. ഇതൊന്നും അല്ല എങ്കിൽ ജസ്റ്റിയെ തളർത്താതെ മുന്നോട്ട് പോകുന്നത്. കാരണം ജസ്റ്റി അനുഭവിക്കുന്ന അത്രയൊക്കെ ഏതെങ്കിലും ഒരു മക്കൾ അനുഭവിക്കുകയാണെങ്കിൽ ശരിക്കും തകർന്നു പോകും. പക്ഷേ ജസ്റ്റി ഇതിൻ്റെ മുമ്പിലെല്ലാം പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു പ്രാർത്ഥന കൊണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. എന്നെക്കാളിലൊക്കെ നന്നായിട്ട്, ഒരു പക്ഷേ എന്നല്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ജസ്റ്റി നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്നും എനിക്ക് തോന്നുന്നു ജസ്റ്റിക്ക് എന്തോ തമ്പുരാൻ്റെ അടുത്ത് പറയാനുണ്ട്. വിഷമങ്ങളാവാം ഒരു പക്ഷേ, അല്ലെ സന്തോഷമാവാം, എന്നാണേലും. പക്ഷേ ജസ്റ്റ് നമ്മുടെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഞാൻ പലപ്പോഴും ജസ്റ്റിയോട് ചോദിക്കാറുണ്ട് ജസ്റ്റിക്ക് വല്ല വിഷമമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ ജസ്റ്റ് എൻ്റെ അടുത്ത് വിഷമങ്ങളൊന്നും പറയാറില്ല. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ നമ്മളോട് ഷെയർ ചെയ്താൽ വിഷമങ്ങളൊക്കെ മാറുമെന്ന്, പക്ഷെ അങ്ങനെ ഷെയർ ചെയ്യാറില്ല കേട്ടോ. എനിവേ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ജസ്റ്റ് ഇതേ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ ഗ്രോട്ടയിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് ചർച്ചിൽ പോകുമ്പോൾ ഈ മാതാവിൻ്റെ ഗ്രോട്ടയോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ശക്തിയാകട്ടെ, ഒരു ധൈര്യമാണ്. അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റിനോട് ചോദിച്ചു, ജസ്റ്റ് എന്താണ് ഇന്നിപ്പോൾ പള്ളിയിൽ പോകാനുള്ള ഒരു കാരണം? പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, എനിവേ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയൊന്നും അല്ലാതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിവേ ജസ്റ്റ് ഇത് പറയാൻ തരാനില്ല. ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം പറയാൻ റെഡി അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുത്തി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാൻ പോയില്ല. ഇനിയിപ്പോൾ ലിജോ വണ്ടിയിലുണ്ടോണ്ടാണോ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ പിന്നെയും ചോദിച്ചു കേട്ടോ. പക്ഷേ പുള്ളി പറഞ്ഞൊന്നുമില്ല. ഓരോ മനുഷ്യനും ഡിഫറൻ്റ് അല്ലേ, ഓരോരുത്തരുടെ ക്യാരക്ടറും. ഞാനാണേലും ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ അതൊരു സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അതെനിക്ക് അപ്പം എക്സ്പ്രസ് ചെയ്യണം. സങ്കടമാണേലും സന്തോഷമാണല്ലോ അതല്ലേ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. സങ്കടമാണെങ്കിലും പറഞ്ഞാൽ തീരും, സന്തോഷമാണേലും പറഞ്ഞാൽ തീരും എന്നല്ല. അത് കൂടുതൽ എന്താ പറയുന്നത് കിട്ടും എന്നുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എക്സ്പ്രസ് ചെയ്യണം എൻ്റെ ഫീലിങ്സൊക്കെ. പക്ഷേ ജസ്റ്റി അങ്ങനെയല്ലോ കേട്ടോ. ജസ്റ്റി അതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതെന്താ അല്ലേ, ഓരോരുത്തരെ ദൈവം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ആയിരിക്കും. മനസ്സിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം. എനിവേ ഞാൻ ജസ്റ്റിയെക്കുറിച്ച് അധികം നീട്ടി വ്ളോഗ് അങ്ങോട്ട് വലിച്ചു നീട്ടി അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്നാലും വഴിക്കൊക്കെ ചിന്തിച്ചു, എന്തായിരിക്കും കർത്താവെ ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചേ, എന്നതായിരിക്കും ജസ്റ്റിക്ക് പറയാനുള്ളതെന്ന്. എന്തെങ്കിലും ആട്ടല്ലേ, അപ്പോൾ അതിന് പ്രാർത്ഥനയൊക്കെ കേൾക്കട്ടെ എന്ന് മാത്രം ഞാനും പ്രാർത്ഥിച്ചു. ഞാനതാ പ്രാർത്ഥിച്ചു കേട്ടോ. ദൈവം എന്നതാണെങ്കിലും ജസ്റ്റ് പ്രാർത്ഥിക്കുന്നത് അതങ്ങ് നടത്തി കൊടുത്തേക്ക് ഈശോപ്പേ എന്നാണ് ഞാനും പ്രാർത്ഥിച്ചത്. പ്രത്യേകിച്ച് എനിക്ക് വേറൊന്നും പ്രാർത്ഥിക്കാനില്ല. കം ടു ദ പോയിന്റ്. നമ്മളതൊന്നും അല്ലല്ലോ പറഞ്ഞു. നമ്മൾ ഒരിടത്ത് പോവാന്ന് പറഞ്ഞില്ല, അലൈനാന്ന്. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്നപ്പം വെളിപാടുണ്ടായെന്ന് പറഞ്ഞ പോലെ അലൈന് പോകാമെന്ന് വിചാരിച്ചേ. ഇങ്ങനെ അലൈനൊക്കെ പോകാൻ ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ പോകാൻ രസമല്ലേ അല്ലേ. നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്നതാണ്. ഇപ്പം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖം. അത് തന്നെയല്ലേ ഞങ്ങൾക്ക്
കുറച്ച് ദിവസം അവധിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ വീക്കെൻഡിൽ ഇറങ്ങിയത് അലൈന്. ഈ അലൈൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അബുദാബിയെക്കുറിച്ചും അല്ലെ അബുദാബിക്കോ ദുബായിക്കൊക്കെ അല്ലെ UAEക്ക് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അലൈൻ എന്ന് പറഞ്ഞാൽ അബുദാബിയുടെ തന്നെ ഒരു പാർട്ടാണ്. അബുദാബിയിൽ നിന്ന് ഒരു 135 കിലോമീറ്ററേ ഉള്ളൂ അലൈന്. നമ്മുടെ അബുദാബിയിലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ റോയൽ ഫാമിലി അവരുടെ ബേസ് എന്ന് പറയുന്നത് അലൈനാണ്, അൽ നഹ്യാൻ ഫാമിലിയുടെ ഒക്കെ. പിന്നെന്താണ് അലൈനെക്കുറിച്ച്, അലൈൻ നല്ലൊരു ക്ലീൻ ആൻഡ് ഗ്രീൻ സിറ്റി എന്ന് പറയാം. ഒരു സിറ്റി എന്ന് പറയാൻ പറ്റുമോ അതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ഇതിപ്പോൾ കേൾക്കുന്നത് ദുബായിക്കാർ ഞങ്ങൾ അബുദാബിക്കാരെ നോക്കി ഫീലിംഗ് പുച്ഛം, നിങ്ങൾ അബുദാബിക്കാരാണോ സിറ്റി എന്ന് പറയുന്നതെന്ന്. ഞങ്ങളും സിറ്റി എന്ന് പറയൂടെ. അതിപ്പോൾ ദുബായെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അബുദാബി വലിയ സിറ്റി ആണെന്ന് ചോദിച്ചാൽ അബുദാബി വലിയ സിറ്റി ഒന്നുമല്ല. ദുബായെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ അബുദാബി ഒരു സിറ്റിയാണ്. പക്ഷേ അബുദാബിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അലൈൻ നല്ലൊരു ഗ്രാമപ്രദേശം എന്ന് വേണേൽ പറയാം. അലയങ്കാർ കേട്ടതിനെ കൂഞ്ചി നിർത്തി കൂമ്പിടിക്കും, അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലം. നമുക്ക് എന്താ പറയുക, ജോലി തിരക്കി നോക്കി 2-3 ദിവസം പോയി എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഉന്മേഷവും പ്രസരിപ്പും ആയിരിക്കും. അലൈന് പോകുന്ന വഴിക്ക് അതുപോലെ തന്നെ ഒത്തിരി ഡെസേർട്ട്സ് കാണാം കേട്ടോ. സാധാരണ നമ്മൾ വെസ്റ്റേൺ റീജിയനൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള മരുഭൂമികളൊന്നും മണ്ണൊന്നും കാണത്തില്ല. പക്ഷേ അലൈൻ്റെ ഒരു പ്രത്യേകത, അലൈന് പോകുന്ന വഴിക്ക് ഇങ്ങനെയാണ് കണ്ടോ, ഒരു സൈഡ് മൊത്തം അങ്ങനെയാണ്, 2 സൈഡും അങ്ങനെയാണ്. ശരിക്കും ഡെസേർട്ടിന് നടുക്കൂടാണ് അലൈന് പോകുന്നത്. പിന്നെ നല്ല വളവും പുളവും ഉള്ള റോഡുമാണ് കേട്ടോ. നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് നേരെ പോവുകയാണെങ്കിൽ ഏതെങ്കിലും മരുഭൂമി പോയി ഇടിച്ച് നിൽക്കും. അത്രയും വളവ് പിടിച്ച റോഡാണ്, നല്ല സൂക്ഷിച്ച് ഓടിക്കേണ്ട റോഡാണ്. 160 കിലോമീറ്റർ ഉണ്ട് സ്പീഡ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ 160 ഒന്ന് റീച്ച് ചെയ്തില്ല, കാരണം ഇടയ്ക്കൊക്കെ വളമുള്ളതുകൊണ്ട് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്. ഇങ്ങോട്ട് വയ്ക്കാം, മണ്ണൊക്കെ വയ്ക്കുക, എന്താ ഭംഗിയെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ 1-2-3 ബക്കറ്റ് മണ്ണ് കോരിക്കൊണ്ടോ നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ എന്തിനാണെന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. അതുപോലെ അലൈൻ്റെ പോകുമ്പോഴത്തെ ഒരു പ്രത്യേകതയാണ് മണ്ണിൻ്റെ കളറ് മാറുന്നത്. കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു പിങ്കിഷ് കളറുള്ള മണ്ണാവും. അതുവരെ എന്താ പറയുന്നത്, സാധാരണ ഒരു കളറാണെങ്കിൽ അങ്ങ് ചെല്ലുമ്പോഴത്തേനും ഒരു പിങ്കിഷ് കളർ വരും അവിടുത്തെ മണ്ണിന് കേട്ടോ. അങ്ങനെ നമ്മൾ അലൈനിൽ ചെന്നു. നമ്മുടെ വണ്ടി അലൈനിലെ ആദ്യത്തെ സിഗ്നലായത് കേട്ടോ, ഫസ്റ്റ് സിഗ്നലൊക്കെ ആണല്ലോ നോക്കിയേ, ഒരു വെറൈറ്റി അല്ലേ. നിങ്ങൾ അബുദാബിയിൽ എൻ്റെ വീഡിയോ കാണുന്നവർ കാണുമ്പോൾ അറിയാം, അബുദാബി കാണുന്ന പോലത്തെ സിഗ്നൽ ലൈറ്റൊന്നുമല്ല. എന്താ പറയുന്നത്, ഒരു ഗ്രാമ ഭംഗി അല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി മരുഭൂമികളും കടന്ന് മലരാരൺ എൻ്റെ ഞാൻ പറയാൻ വരുന്ന ഒന്നും ചില സമയത്ത് തന്നെ വായി വരത്തില്ലതേ, മലരാരണ്യം അങ്ങനെയല്ലേ ഉദ്ദേശിച്ച്, മലരാരണ്യം നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? അത് തന്നെ മലരാരണ്യം, അതാന്ന് തോന്നുന്നു കേട്ടോ. ചില സമയത്ത് നാക്ക് പഠിക്കാത്ത ഞാനൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സോറി, ഞാൻ നാക്കൊക്കെ നന്നായിട്ട് പഠിക്കാറുണ്ട് സംടൈംസ്. പക്ഷേ ചില സമയത്ത് ചില വാക്ക് വരത്തില്ല. എനിവേ, അങ്ങനെ നമ്മളിപ്പോൾ അലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചെന്നത് ഏകദേശം ഒരു ഉച്ച സമയമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഉച്ച സമയം ആവുന്നതേ ഉള്ളൂ, എന്നാൽ പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നു. അതല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നാൽ നമുക്ക് ഫുഡ് കിട്ടുകയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് നമ്മൾ ഗഗനമായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെസ്റ്റ് കേരള റെസ്റ്റോറൻറ്റ് ഇൻ അലൈൻ. നിങ്ങളങ്ങനെ ചെക്ക് ചെയ്യാറുണ്ടോ? എവിടെ പോയാലും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് അല്ലേ, അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ തപ്പി നമ്മുടെ ജസ്റ്റ് നാടൻ ഫുഡിൻ്റെ ആളായതുകൊണ്ട് കേരള റെസ്റ്റോറൻറ്റ് തന്നെ നമ്മൾ നോക്കിയത് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ നാളായി അലൈന് വന്നിട്ട്, അതുകൊണ്ട് തന്നെ പുതിയ റെസ്റ്റോറൻറ്റൊക്കെ വന്ന് കാണും. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കിട്ടി. പിന്നെ നമ്മൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഇനി നമ്മളുടെ ലക്ഷ്യം റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് കേട്ടോ, ആ റെസ്റ്റോറൻ്റാണ്. അവിടെ ചെല്ലുക, വയറ് നിറച്ച് ഫുഡ് അടിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മൾ അതിനി കറങ്ങാൻ പോകുന്നിടത്തൂടെയൊക്കെ കറങ്ങുക. നമുക്ക് ഒത്തിരി ഇടത്തൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അലൈൻ സൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങോടെ ജബൽ ഹഫീത്ത് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ ചെന്ന ഉടനെ സാധാരണ റെസ്റ്റോറൻറ്റുകാർ നമുക്ക് എന്താ പറയുന്നത്, ചെല്ലുന്ന ഉടനെ ഗ്ലാസ്സിനകത്ത് വെള്ളം തരുന്നെന്ന് പറഞ്ഞ പോലെ അവർ ഗ്ലാസ് വെള്ളമൊക്കെ തന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവർ ടേബിളിടുന്ന പേപ്പറിലാണ് ടേബിൾ മാറ്റ്, ആദ്യത്തേൽ എന്താ പറയുന്നത് ക്രോസ് വേർഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രൂട്ട്സിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് എഴുതണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ബുദ്ധിശക്തി ഒന്ന് പ്രയോഗിച്ച് കളയാമെന്ന്. വലിയ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഫ്രൂട്ട്സ് അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാം അത് എഴുതുന്ന തിരക്കിലായിരുന്നു. ബാക്കിയുള്ളവർ എന്താ പറയുന്നത്, ഫോണിൽ കുത്തുന്ന തിരക്കും ഞാനത് കണ്ടുപിടിക്കുന്ന തിരക്കും. ഈവൻ ഈ വീഡിയോ ആണെങ്കിലും നിങ്ങൾ വിചാരിക്കും ജസ്റ്റ് നന്നായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് ഞാൻ ജസ്റ്റ് ഇടയിൽ ക്യാമറ കൊടുത്ത് ജസ്റ്റ് ചുമ്മാ ഇരിക്കുവാണെങ്കിൽ വീഡിയോ
പിടിക്ക് പ്ലേസ് എന്ന് പറഞ്ഞ് എടുപ്പിച്ചാണോ. ഇതാണ് ഞാൻ പറഞ്ഞ ക്രോസ് വേർഡ്സ് ഫ്രൂട്ടിൻ്റെ എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞപ്പം അടുത്ത ജസ്റ്റിയുടെ ഒഴിവായത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ജസ്റ്റി അതാണ്, ഇതൊന്നുമല്ല. ടുട്ടുമൊയിലിന് ക്യാരറ്റിലോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജസ്റ്റി മോൻ. ഞാനത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റിക്ക് ചിരി വന്നു കേട്ടോ. അതാണ് ജസ്റ്റി ചിരിച്ചത്. ആ സമയം കൊണ്ട് എന്നാണല്ലോ ഫുഡ് വന്നു. ജേഡുവും ലിജോപ്പനും ബിരിയാണിയാണ് പറഞ്ഞത്. ഒരാൾക്ക് ബീഫ് ബിരിയാണിയും ഒരാൾക്ക് മട്ടൻ ബിരിയാണിയും. അവർ ബിരിയാണി ഫാൻസാണ്. പക്ഷേ ഞാനും ജസ്റ്റിയും ആസ് യൂഷ്വൽ ചോറാണ് പറഞ്ഞത്. എനിക്കും ജസ്റ്റിക്ക് ഒരു കമ്പനി കൊടുത്ത് ചോറ് കഴിക്കാൻ തോന്നി കേട്ടോ. ചോറ് നമ്മുടെ നാടൻ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തത്, എനിക്ക് മത്തി പൊരിച്ചതും. ജസ്റ്റി എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ അയലയുടെ ഫാനാണ്. ജസ്റ്റിക്ക് അയല പൊരിച്ചതും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഉള്ള ഫുഡ് വന്നു. മത്തിയും അയലയും കറിയും എല്ലാം വന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി നല്ലൊരു ഷാപ്പാട്. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ 50 നോയമ്പ് എടുത്തിട്ട് ഈ വീഡിയോ കാണുമ്പോഴേ എൻ്റെ വയറ്റിൽ എന്തൊക്കെയോ തോന്നുന്നു. എന്നാലും കൺട്രോൾ മൈസെൽഫ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ലിജോപ്പൻ്റെ പ്ലേറ്റിനകത്തുനിന്ന് ബിരിയാണി കുറച്ചെടുത്ത് കഴിക്കാനൊരാഗ്രഹമേ. നമ്മളെല്ലാം അറിയണ്ടേ അല്ലേ, എന്നാലും നമ്മളാണല്ലോ ബില്ല് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ലിജോപ്പൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ബിരിയാണി വാങ്ങിച്ചു വാരി കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ജസ്റ്റി നോക്കിയപ്പോൾ അവിടെ കുറേ സ്നാക്സ് ഇരിക്കുന്നു. സ്നാക്സുകൾ പണ്ടേ വീക്ക്നെസ്സായ ജസ്റ്റി അവിടെ പോയി സ്നാക്സ് വാങ്ങിക്കാൻ നിന്ന് കേട്ടോ. ഞാൻ ജസ്റ്റിയോട് ചോദിച്ചാൽ, ജസ്റ്റി വയറ് നിറച്ച് ചോറും ബിരിയാണിയും ഒക്കെ കഴിച്ചല്ലേ, ഇനി ഈ സ്നാക്സ് എപ്പോൾ പോയി കുത്തിക്കയറ്റാനാന്ന്. അപ്പോൾ പറഞ്ഞ് നമുക്ക് പോകുന്ന വഴിക്ക് ചുമ്മാ കുറച്ചുകൊണ്ട് പോകാമെന്ന്. ഓക്കെ, അതല്ല ഇനി അലൈൻ സൂവിലോട്ടല്ലേ പോകുന്നത്. നടന്ന് ഒരു പരുവായി കഴിയുമ്പം ഇടയ്ക്ക് സ്നാക്സ് കുറയ്ക്കാമെന്ന് ജസ്റ്റിയും വിചാരിച്ച് കാണും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനിയും നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് അലൈൻ സൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അലൈൻ സൂവിലോട്ടൊന്നും നടക്കാൻ തോന്നുന്നില്ല കേട്ടോ. അതല്ലല്ലോ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേ എവിടെയെങ്കിലും കയറി കിടക്കാനല്ലേ തോന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ചില ഫുഡ് കഴിക്കുന്നതിൻ്റെയും കൂടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ അലൈൻ സൂയിൽ പോകുന്ന തീരുമാനിച്ചിറങ്ങിയോണ്ട് നമ്മുടെ വണ്ടി അലൈൻ സൂ ലക്ഷ്യമാക്കി നടന്നു. ഇനി അലൈൻ സൂവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെന്ത് വളരെയേറെ അങ്ങ് ദീർഘിപ്പിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾ എൻ്റെ വീഡിയോ വെറുക്കും, എന്നെയും വെറുക്കും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, വീണ്ടും വരിക എന്ന് പറയുന്നത് പോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.